ബിലീഫ് ഓർ എൻക്വയറി, വിശ്വാസമോ അതോ ഒരു അന്വേഷകൻ്റെ മനസ്ഥിതിയോ? എന്താണ് നമുക്ക് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ദ വേൾഡ് ഓഫ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇന്നർ സെർച്ചിലേക്ക് പോകുമ്പോൾ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ്? ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിൻ്റെ ഒരു രീതിയിൽ, ഒരു എൻക്വയറി എന്ന രീതിയിൽ നമ്മൾ മെഡിറ്റേഷൻ, ഒരു ഇന്നർ വേൾഡ്, ഇന്നർ സെർച്ച്, ഒരു ട്രാൻസ്ഫർമേഷനൊക്കെ സീക്ക് ചെയ്യുന്നതാണോ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്? മെഡിറ്റേഷൻ്റെ ആ ഒരു പാർട്ടിലേക്ക് വരുമ്പോൾ ദ വേൾഡ് ഓഫ് മെഡിറ്റേഷനിൽ എന്താണ് നമ്മളെ സഹായിക്കുക? സോ വിശ്വാസം എന്നതിനെപ്പറ്റി നമുക്ക് ആദ്യം നോക്കാം. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ മതപരമായുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കുറിച്ചോ എന്തെങ്കിലും കുറിച്ചോ നമുക്കൊരു ബിലീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അനുയോജ്യമായ, ഓൾറെഡി നമ്മൾ കൊച്ചിലെ തൊട്ട് നമ്മൾ കേട്ട് പരിചിതമായൊരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. കാരണം നമ്മളെ കൊച്ചിലെ തൊട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ പറയാൻ നമ്മളെ ദൈവത്തിൽ വിശ്വസിക്കുക, ഇന്നതിൽ വിശ്വസിക്കുക, വിശ്വാസം വേണം എങ്കിലേ ഉള്ളൂ. ഇപ്പോൾ ഒരു തീസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി ആണെങ്കിൽ, ദൈവവിശ്വാസമുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൾറെഡി അതുമായി പൊരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്. വിശ്വാസം എന്നൊരു ക്രൈറ്റീരിയയുമായി നമ്മൾ ഓൾറെഡി പൊരുത്തപ്പെടുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് നമുക്ക് ഫെമിലിയർ ആണ് ഈ വിശ്വാസം എന്നൊരു ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വിശ്വാസം എന്നത് നമ്മൾ ഈ മെഡിറ്റേഷനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി എന്ന രീതിയിലേക്ക് വരുമ്പോൾ, ടിപ്പിക്കൽ മതപരമായ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം ഇറ്റ്സ് എ സെർച്ച് ആണ്. ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെർച്ച് ഇൻറ്റു ഡിഫറെൻറ്റ് ഡയമെൻഷൻ. നമ്മുടെ ഒരു മെറ്റീരിയൽ ലൈഫിനപ്പുറം, നമ്മുടെ ശരീരം, മനസ്സ്, നമ്മൾ കാണുന്ന ഈ മെറ്റീരിയൽ ലൈഫിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നൊരു അന്വേഷണമാണ് ആക്ച്വലി സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ആത്മീയത എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായി ഞാൻ ആ രീതിയിലാണ് ആ ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനെ കാണുക എന്ന് പറയുന്നത്. ഈസ് ദർ സംതിങ് മോർ? ഈസ് ദർ എനിത്തിങ് കോൾഡ് ദ സ്പിരിറ്റ്? ഈസ് ദർ എനി ഡയമെൻഷൻ ബിയോണ്ട് ദ ഫിസിക്കൽ വേൾഡ് വി പെർസീവ്? നമ്മൾ നോർമലി കാണുന്നതും അറിയുന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു ഹിഡൻ ട്രൂത്ത് ഈ ഒരു റിയാലിറ്റിയിലുണ്ടോ? എന്താണ് ശരിക്കും റിയാലിറ്റിയുടെ ഒരു എസെൻസ്? എന്താണ് സത്യം എന്നൊരു ആ ഒരു അന്വേഷണങ്ങളാണ്. സോ നൗ ഐ കം ടു ദ വേർഡ് അന്വേഷണം, ഒരു എൻക്വയറി. ആ ഒരു എൻക്വയറി ആണ് സ്പിരിച്വാലിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ഈ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ബിലീഫ് എന്ന് പറയുമ്പം ഒരു ബിലീഫുള്ള ഒരാളെ സംബന്ധിച്ചോളം ഹീസ് ലൈക്ക് ഓൾറെഡി നോ എവറിത്തിങ്. അതായത് ഇപ്പം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഹി ഓൾറെഡി നോ ദർ ഈസ് ഗോഡ്. ദൈവമുണ്ട്, ഈ ഒരു പ്രപഞ്ചം ക്രിയേറ്റ് ഒരു ദൈവമുണ്ട്. എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി വിശ്വസിക്കുന്ന ഒരാളായിരിക്കും ഒരു ദൈവവിശ്വാസി എന്ന് പറയുന്നത്. ഹി ബിലീവ്സ് ദാറ്റ് സം സ്പിരിറ്റ് ഈസ് ദെയർ ബിക്കോസ് ഈവൻ ദോ ഹി ഡസൻറ്റ്, ഒരാളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാൾ സ്റ്റിൽ ബിലീഫ് ചെയ്യുന്നു. സോ ബിലീഫ് ഈസ് ആക്ച്വലി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ബിക്കോസ് ഹി ഓൾറെഡി തിങ്സ് ദാറ്റ് ഹി നോസ്. അതാണ് ഒരു ബിലീഫ് ഉള്ള ഒരാളെന്ന് പറയുന്നത്. ഓൾറെഡി അദ്ദേഹം വിശ്വസിക്കുന്നു, ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തില്ല ബട്ട് സ്റ്റിൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതാണ് ടിപ്പിക്കലി ബിലീഫിൽ എന്ന് പറയുന്നത്. സോ ഒരു എൻക്വയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ബിലീഫിൻ്റെ പുറത്തല്ല നമ്മളൊരു എൻക്വയറിയിലേക്ക് പോകുക എന്ന് പറയുന്നത്. മെഡിറ്റേഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെർച്ച് ആണ്. സെർച്ച് ഫോർ സംതിങ് അൺനോൺ. എന്താണ് ഒരു സത്യം, ജീവിതത്തിൻ്റെ ഒരു സത്യം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻക്വയറിയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി മെയ്ഡ് എ ബിലീഫ്. ബിലീഫിൻ്റെ പുറത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നവരാരും മെഡിറ്റേഷനിൽ ഒരു ഡീപ്പ് മെഡിറ്റേറ്റർ ആകാറില്ല പൊതുവെ. മെഡിറ്റേഷൻ ഈസ് എ സെർച്ച്, ഈസ് എൻ ഇന്നർ എക്സ്പ്ലോറേഷൻ ആണ്. അതൊരു ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഒരു പാത്ത് തന്നെയാണ്. ശരിയാണ്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പം നമുക്ക് ഇനിഷ്യലി ഞാൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരുപാട് ചെറിയ രീതിയിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വരും. നമ്മൾ കൂടുതൽ റിലാക്സ്ഡ് ആകും, നമ്മൾ ഒരു ഇന്നർ പീസ്, ബ്ലെസ്, അങ്ങനെ പൊതുവേ നമുക്ക് ഒരു മാറ്റം നമുക്കറിയാം. കാരണം ഞാൻ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ്, മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം വന്ന മാറ്റങ്ങൾ നമുക്കറിയാം. നമുക്ക് നമ്മുടെ കമ്പനി എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു, എലോൺനെസ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ഡിപ്രസ്ഡ് ആയിട്ടില്ല, ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നമുക്ക് അതിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നു. സോ കൂടുതലൊരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ്
ബീയിങ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം. എന്നും പറഞ്ഞ് മെഡിറ്റേഷനോട് നമ്മൾ അൾട്ടിമേറ്റ് ആൻസേഴ്സ്, സ്പിരിച്വൽ വേൾഡ് ഒന്നും നമുക്ക് അങ്ങനെ ഒരു സ്പിരിച്വൽ ലെവൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു അൾട്ടിമേറ്റ് ട്രാൻസ്ഫർമേഷൻ ഒന്നും നമുക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ആസ് എ മെഡിറ്റേറ്റർ ഐ പേഴ്സണലി ഹാവ് ഫെൽറ്റ് സോ മെനി ചേഞ്ചസ് ആർ ഡൂയിങ് മെഡിറ്റേഷൻ. സോ ഒരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ തിയറിറ്റിക്കലി ഒരുപാട് വായിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് നോളജ് നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കും മെഡിറ്റേഷനെ ബേസ് ചെയ്ത് നമ്മൾ ഒരുപാട് വായിക്കുകയാണെങ്കിൽ. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഈ നോളജൊക്കെ നമ്മൾ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോളജ് എന്ന് പറയുന്നത് അതൊരു ബിലീഫായിട്ട് മാറാൻ നമുക്ക് ചാൻസസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ മെഡിറ്റേഷൻ്റെ ഒരു തിയറിറ്റിക്കൽ പാർട്ട് പറയുന്നതാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് എക്സ്റ്റസി ബ്ലിസ് കണ്ടെത്താൻ സാധിക്കും. പിന്നെ വേറൊരു തിയറി പറയുന്നതാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് സത്യം അറിയാൻ സാധിക്കും, ജീവിതത്തിൻ്റെ സത്യം എന്താണ്, ആത്മസാക്ഷാത്കാരം, എൻലൈറ്റൻമെൻറ്റ്, നമുക്ക് സമാധിയിലോട്ടൊക്കെ എത്താൻ സാധിക്കും. സോ അങ്ങനെ തിയറിറ്റിക്കൽ നോളജ് ഒരുപാടുണ്ട് മെഡിറ്റേഷനെ ബേസ് ചെയ്ത്. പക്ഷേ ഇത് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഈ തിയറിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ ബിലീഫ് ഇൻ ടു അസ്. സോ മെഡിറ്റേഷൻ ചെയ്താൽ ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കും എന്നൊരു കോൺസെപ്റ്റ് ആയിരിക്കും നമുക്ക് ജസ്റ്റ് തിയറിയിലൂടെ കിട്ടുക എന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് എക്സിസ്റ്റൻഷ്യലി അനുഭവിക്കുക, നമ്മൾ അനുഭവിക്കണമല്ലോ എന്താണ് ശരിക്കും മെഡിറ്റേഷൻ പറയുന്ന തിയറിയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ യു ഹാവ് ടു ബി ഇൻ ആൻ എൻക്വയറി മോഡ്. ഒരു അന്വേഷണത്തിൻ്റെ പുറത്ത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടെ അത് എഫക്റ്റ് ആകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അൺലെസ് യു എക്സ്പീരിയൻസ് സംതിങ് യു ഡു നോട്ട് ബിലീവ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറ് നമ്മളൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നതാണല്ലോ ബിലീഫ് എന്ന് പറയുന്നത്. പക്ഷേ എൻക്വയറി എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിച്ച് നമ്മളത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു നോ ത്രൂ മെഡിറ്റേഷൻ യു എക്സ്പീരിയൻസ് ബ്ലിസ്, ത്രൂ മെഡിറ്റേഷൻ യു എക്സ്പീരിയൻസ് എക്സ്റ്റസി എന്നത് നമുക്കൊരു അനുഭവമാകുമ്പോൾ നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ദെൻ യു ഡോണ്ട് നീഡ് ബിലീഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. നമ്മുടെ ഒരു ഓതൻറ്റിക് എക്സ്പീരിയൻസിന് പകരമായുള്ള ഒരു ഫേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ബിലീഫ് എന്ന് പറയുന്നത്. ബിലീഫ് ക്യാൻ ബി ഈസിലി ബ്രോക്കൺ. കാരണം ഒരു ബെറ്റർ ആർഗ്യുമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ബിലീഫ് നമുക്ക് തട്ടിക്കളയാന്നുള്ളൂ. കാരണം ബിലീഫ് ഉള്ള ഒരാൾ, വിശ്വാസമുള്ള ഒരാൾ അയാളെ എക്സ്പീരിയൻസ് ഉള്ള ആൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അനുഭവിച്ചിട്ടുള്ള ഒരാൾ എക്സ്റ്റസിയും ബ്ലിസ്സും മെഡിറ്റേഷനിലൂടെ നിരന്തരം അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് നോട്ട് ബിലീവ് ഫോർ ഹിം, ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഓതൻറ്റിക് എക്സ്പീരിയൻസ്, ഒരു റിയാലിറ്റിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചോളം എന്ന് പറയുന്നത്. സോ നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എൻക്വയറിയിലോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ പാത്താണല്ലോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ഒരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ, നമുക്കൊരു കംപ്ലീറ്റ് ഒരു ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ, ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലോട്ടൊക്കെ എത്തുക, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ പ്യൂരിഫൈ ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെഡിറ്റേഷന് വരുന്നുണ്ട്. മെഡിറ്റേഷനിലൂടെ ബ്ലിസ് കണ്ടെത്താൻ പറ്റും, ട്രാൻസ്ഫർമേഷൻ കണ്ടെത്താൻ പറ്റും. പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരമാണെന്നാണ് നമ്മൾ തിയറിറ്റിക്കലേക്ക് നോക്കുമ്പം ഇത് നമ്മൾ മെഡിറ്റേഷനെ പറ്റി കേട്ട് കേൾവി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് ആസ് എ റീഡിങ് മെറ്റീരിയൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ തിയറി, അല്ല നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ അൺലെസ് യു എക്സ്പീരിയൻസ് ഇറ്റ് ആസ് യുവർ ഓൺ എക്സ്പീരിയൻസ്, നമ്മുടെ ഓതൻറ്റിക് എക്സ്പീരിയൻസ് ആകാതെ നമുക്കൊരിക്കലും മെഡിറ്റേഷൻ എന്നത് നമുക്ക് സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. സോ വാട്ട് യു നീഡ് ഈസ് എ എൻക്വയറി മോഡ്, ഒരു അന്വേഷണ ത്വരയിലൂടെ നമ്മൾ മെഡിറ്റേഷനെ സമീപിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ, എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ബിക്കോസ് ഹാവ് എൻ ഓപ്പൺ മൈൻഡഡ് ആറ്റിറ്റ്യൂഡ് വൈൽ യു ആർ മെഡിറ്റേറ്റിംഗ്, ബിക്കോസ് യു ഡോണ്ട് നോ വേർ ഇറ്റ് ഈസ് ടേക്കിംഗ് യു. നമ്മളെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന നമുക്കറിയാം. ചിലപ്പോൾ നമ്മൾ ഒരിടത്തോടും കൊണ്ടുപോകത്തില്ല. ചിലപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ട്രാൻസ്ഫർമേഷൻ വരും. ഇപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുള്ള ചെറിയ രീതിയിൽ എനിക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കൊരു അങ്ങനെ അൾട്ടിമേറ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസോ അങ്ങനെ ഒന്നും ട്രാൻസ്ഫർമേഷൻ എക്സ്റ്റസിയോ ഒന്നും നമ്മൾ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ചെറിയ രീതിയിൽ നമ്മുടെ ആ ഒരു റിലാക്സേഷൻ, നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ, ഒരു ശാന്തത, അങ്ങനെ നമുക്ക് ആ ഒരു കാംനെസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ചിലപ്പോൾ ഇത്രയേ ഉള്ളതായിരിക്കാം, ചിലപ്പം ഇതിലപ്പുറം കാണാതിരിക്കാം. പക്ഷേ ഞാൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഓപ്പൺ മൈൻഡഡ് ആറ്റിറ്റ്യൂഡാണ്. ബി ആൻ എൻക്വയറർ ഇൻ ദ വേൾഡ് ഓഫ് മെഡിറ്റേഷൻ. ഒരു എൻക്വയറിയുടെ മോഡിൽ നമ്മൾ മെഡിറ്റേഷനെ സമീപിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് അത് നമ്മളെ ആ ഒരു ലോകം നമ്മളെ എക്സ്പ്ലോർ ചെയ്യുക. അതൊരു സബ്ജക്റ്റീവ് ലെവലാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സബ്ജക്റ്റീവ് പാത്ത്. സോ ഗോ ഓൺ എക്സ്പ്ലോറിങ് ഇറ്റ് ആൻഡ് ഓൾവേസ് ബി ഇൻ ആൻ എൻക്വയറി മോഡ്. അതായിരിക്കും എപ്പോഴും ബെറ്റർ. ഒരു ബിലീഫിൻ്റെ പുറത്ത് പോയി കഴിയുമ്പോൾ അത് ഇറ്റ്സ് ഓൾവേസ് എ ക്ലോസ്ഡ് തിങ്, ബിക്കോസ് യു തിങ്ക് ഓൾറെഡി യു നോ മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇതൊക്കെയാണെന്ന് നമുക്ക് ഓൾറെഡി ഉണ്ട്. സോ ബിലീഫുള്ള ഒരാൾ ഒരിക്കലും ഒരു ഡീപ്പ് മെഡിറ്റേറ്റർ ആകില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എ പേഴ്സൺ ഹൂ ഈസ് വാണ്ട് എൻ എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ്, ഓതൻറ്റിക് എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് എപ്പോഴും മെഡിറ്റേഷൻ അനുയോജ്യമാകുക എന്ന് പറയുന്നത്. So if you are in an enquiry mode, meditation is your path. It will be easy to explore the world of meditation.
So that's in this video. Thank you for watching.